ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15 അധ്യായം 58 വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവിൻ. അമേരിക്കയിലെ ഉൾഗ്രാമങ്ങളിൽ തീഷ്ണതയോടെ സുവിശേഷ ഘോഷണം നടത്തിയ ഇംഗ്ലണ്ടുകാരനായ മിഷണറിയായിരുന്നു സ്റ്റീഫൻ ഗെല്ലറ്റ്. വളരെയേറെ സ്ഥലങ്ങളിൽ ദീർഘകാലം ശുശ്രൂഷ നിർവഹിച്ച അദ്ദേഹം ഒരിക്കൽ കാടുകളിൽ പാർക്കുന്ന വിറകുവെട്ടുകാരായ ആളുകളെക്കുറിച്ച് കേൾക്കുവാനിടയായി. കാടുകൾക്കുള്ളിൽ ചെന്നെത്തുക വളരെ പ്രയാസകരമായിരുന്നു. എങ്കിലും എത്ര പ്രയാസം സഹിച്ചാലും അവിടെ എത്തി അവരോട് സുവിശേഷം അറിയിക്കണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഗ്രെല്ലറ്റ് നിശ്ചയദാർഢ്യത്തോടെ യാത്ര ചെയ്ത് ഉൾക്കാട്ടിലെത്തി. എന്നാൽ അദ്ദേഹം അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ വിറക് വെട്ടുകാർ കുറേ നാളത്തേക്ക് പണി അവസാനിപ്പിച്ച് അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ നടക്കുമ്പോഴും അതിൽ ദൈവഹിതം കാണുന്ന വ്യക്തിയായിരുന്നു സ്റ്റീഫൻ ഗെല്ലറ്റ്. അവിടെ പ്ലാൻ ചെയ്തിരുന്ന സുവിശേഷ പ്രസംഗം നടത്താൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഗ്രെല്ലറ്റ് അവിടെ ഒരു സ്ഥലത്ത് നിന്ന് ചില പാട്ടുകൾ പാടി, തുടർന്ന് വേദപുസ്തകം വായിച്ച ഭാഗത്തു നിന്ന് അതിമനോഹരമായ ഒരു പ്രസംഗവും ചെയ്തു. ആരും കേൾക്കാനില്ലാത്ത ആ പ്രസംഗത്തിന് ശേഷം പ്രാർത്ഥിച്ച് ഗ്രെല്ലറ്റ് തിരികെ പോയി. ചില നാളുകൾ കഴിഞ്ഞ് ഗ്രെല്ലറ്റ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം പ്രശസ്തനായ ഒരു മിഷണറി ഗ്രെല്ലറ്റിനെ കാണാനെത്തി. സ്വയം പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഒരു വിറക് വെട്ടുകാരനായിരുന്നു ഞാൻ. ഒരിക്കൽ എൻ്റെ പണിയായുധം ഞാൻ വേലസ്ഥലത്ത് വെച്ച് മറന്നു. കുറേ നാളത്തേക്ക് ജോലിയില്ലാത്തതിനാൽ അത് എടുക്കുന്നതിന് പടിസ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഒരാൾ ഒറ്റയ്ക്ക് കേൾവിക്കാരില്ലാതെ സുവിശേഷ പ്രസംഗം നടത്തുന്നു. ഞാൻ മറഞ്ഞു നിന്ന് ആ പ്രസംഗം മുഴുവൻ കേട്ടു. ആ പ്രസംഗമാണ് എന്നെ പുതിയൊരു മനുഷ്യനാക്കിയത്. താങ്കളായിരുന്നു ആ പ്രസംഗകൻ. ഈ അനുഭവം കേട്ട് അത്ഭുതത്തോടെ നിൽക്കുകയായിരുന്നു സ്റ്റീഫൻ ഗ്രെല്ലറ്റ്. മിഷണറി ഇങ്ങനെ തുടർന്നു: അന്ന് തിരക്കും മടിയും മൂലം എനിക്ക് താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചില്ല. എന്നാൽ പിന്നീട് ഇക്കാലം അത്രയും ഞാൻ താങ്കളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇന്ന് ഇങ്ങനെ താങ്കളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. സ്റ്റീഫൻ ഗ്രെല്ലറ്റിന് വളരെ സന്തോഷം തോന്നി. തൻ്റെ പ്രയത്നം വ്യർത്ഥമായിട്ടില്ല. അദ്ദേഹം സന്തോഷത്തോടെ അന്വേഷിച്ചു: താങ്കളുടെ ശുശ്രൂഷകൾ എങ്ങനെ പോകുന്നു? മിഷണറി പറഞ്ഞു: ഇപ്പോൾ എന്നോടൊപ്പം 3 മിഷണറിമാർ കൂടിയുണ്ട്. അനേകം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റുകൊണ്ടിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ ശക്തി വെളിവാക്കുന്ന ജീവിക്കുന്ന ഉദാഹരണമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സ്റ്റീഫൻ ഗ്രെല്ലറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആനയിക്കുവാനും കർത്താവിൻ്റെ വചനത്തെ സ്വാധീനിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. സ്റ്റീഫൻ ഗ്രെല്ലറ്റിനെ പോലെ മറ്റുള്ളവരെ കർത്താവിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതവും നമ്മുടെ പ്രയത്നവും ഇടയാക്കട്ടെ. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായ നന്ദിയുടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ കർത്താവിലേക്ക് ആനയിക്കുവാനും വചനത്തെ സ്വാധീനിക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.